മുഹമ്മദ് ആട്ടൂർ തിരോധാനത്തിൽ MR അജിത് കുമാറിന് ആരോപണം മുന്നിൽ നിർത്തിയ PV അൻവർ എടവണ്ണയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട റിദാന്റെ മരണത്തിലും സമാനമായ രീതിയിൽ ADGPയെ പ്രതിക്കൂട്ടിലാക്കിയാണ് ഇന്നത്തെ പ്രഹരം. കുടുംബം പുതിയ ആരോപണത്തോട് യോജിക്കുകയും ചെയ്യുന്നു. എടവണ്ണയിൽ റിദാൻ കൊലക്കേസ് എന്താണ്, എപ്പോഴായിരുന്നു സംഭവം, പോലീസിന്റെ ഭാഷ്യം എന്താണ്, വിശദമായി പരിശോധിക്കാം. ഏപ്രിൽ 22 പെരുന്നാൾ ദിനമാണ് എടവണ്ണ സ്വദേശി അറയിലകത്ത് റിദാൻ ബാസിലിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിന് സമീപത്തെ പുലിക്കുന്നുമലയിൽ രാവിലെ 8 മണിയോടെയാണ് വെടിയേറ്റ നിലയിൽ മൃതദേഹം കണ്ടത്. ഏപ്രിൽ 24 കേസിൽ 1-ാം പ്രതി റിദാന്റെ സുഹൃത്ത് കൊളപ്പാടൻ മുഹമ്മദ് ഷാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നാലെ കോഴിക്കോട് പറമ്പിൽ ബസാർ സ്വദേശി ഇബ്നു റൌഫ്, തിരുവാലി സ്വദേശി പുളിയക്കോടൻ അനസ്, മുഹമ്മദ് നിസാമിന്റെ ഭാര്യ ഫെമി, മുഹമ്മദ് ഷാന് തോക്ക് നൽകിയ UP സ്വദേശി ഖുർഷിദ് ആലം എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മമ്പാട് സ്വദേശി വ്യവസായിയുടെ ബിസിനസ് നോക്കി നടത്തിയിരുന്നത് മുഹമ്മദ് ഷാനായിരുന്നു. ഷാനെ പിന്നീട് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ജോലി പോകാൻ കാരണം റിദാൻ ആണെന്ന സംശയത്തിന്റെ പേരിലാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറഞ്ഞത്. ഏപ്രിൽ 21 രാത്രി 9 മണിക്ക് ഷാൻ റിദാനെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് പോലീസ് വാദം. ഇതെല്ലാം പോലീസ് കള്ളക്കഥ ചമഞ്ഞതാണ് എന്നാണ് PV അൻവറിന്റെ ആരോപണം. 2-3 ദിവസമായിട്ട് പോലീസ് അരിച്ചു പൊറിക്കുക, പോലീസിന്റെ അറ്റൻഷനുള്ള വീടാണ്. ആ വീടിൻ്റെ അകത്തേക്ക് കയറുന്നു, റൂമിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ പെട്ടെന്ന് കട്ടിലിൻ്റെ ചുവട്ടിൽ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ കാണുന്നു. ഒരു പോലീസുകാരൻ കാലുകൊണ്ട് ഇങ്ങനെ തട്ടിയെന്ന് അതാ കിടക്കുന്നത് തോക്ക്. അങ്ങനെ തോക്ക് റിക്കവറി. ഈ ഫാസിൻ്റെ മരിച്ചവൻ്റെ കയ്യിൽ 2 ഫോണുണ്ട്. ഈ 2 ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ചാലിയാർ പുഴയിൽ എറിഞ്ഞു എന്ന് നീ പറയണം. കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തുമായി റിദാൻ ബാസിലിന് ബന്ധമുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിദാൻ ബാസിലിന് അറിയാം. ഇതാണ് കൊലയ്ക്ക് കാരണം. കൊലപാതകത്തിൽ ADGP അജിത് കുമാറിനും മുൻ SP സുജിത്ദാസിനും പങ്കുണ്ട് എന്നും അൻവർ പറയുന്നു. മുഹമ്മദ് ഷാനുമായി റിദാന്റെ ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് സമ്മതിക്കാൻ പോലീസ് ഇരുവരെയും ക്രൂരമായി മർദ്ദിച്ചുവെന്ന് PV അൻവർ ആരോപിച്ചു. സ്വർണ്ണക്കടത്തിന്റെ വിവരങ്ങളടങ്ങിയ റിദാന്റെ മൊബൈൽ ഫോണുകളും പോലീസ് നശിപ്പിച്ചു. എന്നാൽ പ്രതികൾ ഫോൺ പുഴയിൽ എറിഞ്ഞു എന്നാണ് പോലീസ് പറഞ്ഞത് എന്നും അൻവർ ആരോപിക്കുന്നു. 24 മലപ്പുറം.